നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം CP ഷാജി മുഹമ്മദ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ മണ്ണഞ്ചേരി പൊന്നാട് ഗ്രാമത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ വരാനുള്ള കാരണം നമ്മുടെയൊക്കെ മനസ്സുകളെയും ജീവിതങ്ങളെയും ഗ്രഹാതുരത്വത്തിലേക്ക് കടത്തിവിട്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പൈസ. ഈ പുതിയ തലമുറയ്ക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാലഘട്ടത്തിൽ 2 പൈസയും 5 പൈസയും 25ഉം 20ഉം 50ഉം അങ്ങനെ പൈസയ്ക്ക് വിലയുണ്ടായിരുന്ന സമയം. അന്നത്തെ 2 പൈസയ്ക്കും 5 പൈസയ്ക്കും ഒരു ജീവിതത്തെ മാറ്റിമറിക്കപ്പെടാൻ പറ്റുന്നൊരു കാലഘട്ടം. എനിക്ക് തോന്നുന്നു അന്ന് പ്യാരിയുടെ മിഠായി മേടിക്കാനായിട്ട് 10 പൈസയായിരുന്നു. ആ പച്ചക്കളറിലെ പ്യാരിയുടെ മിഠായിക്ക് ഒരു ഞുറുക്ക് വേണമെങ്കിൽ 5 പൈസയും 10 പൈസയും മതി. 1 കിലോ അരിക്കാണെങ്കിൽ അന്ന് എനിക്ക് തോന്നുന്നു 1.5 രൂപയും 2 രൂപയും 2.5 രൂപയ്ക്ക് 1 കിലോ അരിക്കുണ്ടായിരുന്നൊരു കാലഘട്ടം. അന്ന് ഒരു കാലഘട്ടത്തിൽ ഒരു ജീവിതങ്ങളെ പിടിച്ചു നിർത്തി ഒരു സമ്പന്നമായൊരു കാലഘട്ടത്തിൽ നയിച്ച കുറേയധികം പൈസയുടെ കളക്ഷനുമായി ഒരു ചെറുപ്പക്കാരൻ. അതെ, കാണണം ആ കാഴ്ച. നമ്മളുടെ കണ്ണുകൾ അതിശയിച്ചു പോകും. അത്ര മനോഹരമായ ഒരു കാലഘട്ടത്തിൽ ഒരു തലമുറയുടെ ചെറിയ ജീവിതങ്ങളെ വലുതാക്കി ആ ജീവിതത്തെ ഉയർത്തിയെടുത്ത ആ നാണയത്തൊട്ടുകളുടെ ഒരു അപൂർവ ശേഖരവുമായി ആലപ്പുഴ മണ്ണഞ്ചേരി പൊന്നാട് അനീഷ് അങ്ങനെ ഇരിക്കുകയാണ്. ആ അനീഷിൻ്റെ കളക്ഷൻ ഒന്ന് കാണണം. അതൊരു മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ ആ മനസ്സ് ആ പൈസകളിലേക്ക് കടന്നു പോകുമ്പോഴാണ് ആ സ്ഫടികത്തിലേക്ക് മോഹൻലാൽ പിടിച്ച ഓട്ട നാണയമുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒന്ന് സൗന്ദര്യം നേരിട്ട് കാണണം. ആ കാഴ്ചകൾ കാണിക്കുവാനാണ് നിങ്ങളെ സ്നേഹത്തോടെ പൊന്നാട് അനീഷിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ആ കൊച്ചു 10 പൈസ എന്നാ ഭംഗിയാണ് കാണാതുകൊണ്ട്. കൊച്ചു 10 പൈസ ഒരു 17,000 കോയിൻ 10ൻ്റെ തന്നെ എന്താ. ഇതൊന്നും ഒരു മനുഷ്യൻ്റെയും കാണുന്നില്ല, എൻ്റെ മാത്രമേ കാണത്തുള്ളൂ ഇവിടെ. നമസ്കാരം. എൻ്റെ വീട് ആലപ്പുഴ മണ്ണഞ്ചേരി പൊന്നാട്. എൻ്റെ വീട്ടിലെ പേര് മണിയാറമ്പുന്ന. 10-30 വർഷമായിട്ടുള്ള കോയിൻ കളക്ഷനാണ്. 10-90 രാജ്യത്തെ വിദേശ നോട്ടുകളുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് നിനക്ക് വേറെ ജോലി ഇല്ലെന്നൊക്കെ. പക്ഷേ ഇത് നമ്മുടെ ഈ 1000 രൂപ ഇന്ന് പണിക്ക് പോയി കിട്ടിയാണെങ്കിൽ അത് ചിലപ്പോൾ രാവിലെ ആകുമ്പോൾ തിരിയും. ഇതാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ 50 വർഷം മുതൽ നമ്മുടെ കയ്യിൽ ഇരിക്കും പോയി. നല്ല എല്ലാ സൈസ് കോയിനും നോട്ടുകളും എല്ലാം ഉണ്ട്. തിരുവിതാംകൂറിൻ്റെ ഉണ്ടെങ്കിൽ ചക്രങ്ങളിലും 1800 തൊട്ടുള്ള കോയിനുകളും നോട്ടുകളൊക്കെ ഇരിപ്പുണ്ട്. എൻ്റെ കോയിനൊക്കെ കാണിച്ചു തരാം. അതെ, നോക്കിയോ, കണ്ടേ നമ്മുടെ കോയിനും നോട്ടുകളും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോയിനത്. ഇത് ഒരു കാശി. ഇത് നമ്മുടെ ചക്രങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ പഴയ ചക്ര പടിയസ്പിനകത്ത് മോഹൻലാൽ കാണിക്കില്ലേ, ആ സാധനമാണ് ഇത്. ഇത് തിരുവിതാംകൂറിൻ്റെ രാജാവിൻ്റെ ആണ്. കണ്ടത്, ഇതൊക്കെ 1 പൈസയാണ്. ഇതൊക്കെ 1 പൈസയാണ്. ഇതെല്ലാം 1 പൈസയാണ്. ഇത് ചക്രങ്ങൾ. ഇതുണ്ട, ഇത് 2 പൈസ. ഒരെണ്ണ, ഇത് 2 എണ്ണ. ഇതെല്ലാം 1 എണ്ണ 2 എണ്ണ ആയിക്കുന്നുണ്ട്. ഇത് വെള്ളിയുടെ മറ്റേ ചക്രങ്ങളൊക്കെ. ഇതൊക്കെ നമ്മുടെ 5ൻ്റെ കോയിനാണ്. ഇത് 5ൻ്റെ കോയിൽ ഇറങ്ങിയിൽ എല്ലാ സൈസ് കോയിനും ഉണ്ട്. അത് എല്ലാ സൈസ് എംബ്ലങ്ങളും ഉള്ളത് എൻ്റെ ഇരിപ്പുണ്ട്. ഒരെണ്ണം പോലും വിട്ടുപോയിട്ടില്ല. എല്ലാ സൈസ് സാധനങ്ങളും ഉണ്ട്. അത് ഏതൊക്കെ ടൈപ്പ് ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാ ടൈപ്പും എൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ സൈസ് സാധനങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. എന്താ എല്ലാ സൈസും ഉണ്ട്. എല്ലാ സൈസ് എംബ്ലങ്ങളും ഉണ്ട്. 1 രൂപ 5 രൂപ അളവ് ഉണ്ട്. ഇതൊരു 10-30 വർഷമായി പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ അപ്പുറം ചേട്ടൻ സൈക്കിൾ വയ്ക്കുമ്പോൾ ആ ചേട്ടൻ പറയും നീ പോയി 1 പൈസ എടുത്തോണ്ട് പോയി എന്ന് പറയും. അങ്ങനെ വീട്ടിൽ നിന്ന് മിഠായി മേടിക്കാൻ തന്നെ കാശിന് പോലും നമ്മളിങ്ങനെയുള്ള പൈസയൊക്കെ മേടിച്ച് കളക്ഷൻ അങ്ങനെ ചെയ്യുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ മേടിച്ചത് പിച്ചളയുടെ 20 പൈസ, പഴയ പിച്ചളയുടെ തന്നെ 10 പൈസ. ഇത് തന്നെ ഉണ്ട്. 10-450 ഉണ്ട്. ഇതുണ്ടായത് കാലത്ത് 5ൻ്റെ പൈസ. അലോമിനിയം അല്ല അത് കേട്ടോ, അത് വേറൊരു ലോഹമാണ്. ഈ നെഹ്റുവിൻ്റെ ഒന്നും ഒരു മനുഷ്യൻ്റെ ഇപ്പോൾ കാണാനില്ല. ഉണ്ട്. ഇത് എല്ലാ സൈസ് എംബ്ലങ്ങളും ഉണ്ട്. എല്ലാ സൈസ് എംബ്ലങ്ങളും. ഇതെനിക്ക് കൊച്ചിലോട്ടുള്ള കളക്ഷനാണ്. ഇഷ്ടംപോലെ കുറേ നമ്മുടെ ഓട്ടക്കാലിന് 1 കാശ് 1 പൈസ ചക്രങ്ങൾ, ഇതെല്ലാ സൈസ് സാധനങ്ങളും എല്ലാം ഉണ്ട്. ഓരോ വർഷങ്ങളിൽ ഇറക്കുന്ന സാധനങ്ങൾ. ഇത് എല്ലാ സൈസ് എംബ്ലങ്ങളുള്ള 1 രൂപയാണ്. കണ്ട എല്ലാ സൈസ് സാധനങ്ങളും ഉണ്ട്. ഏതൊക്കെ ടൈപ്പ് ഇറങ്ങിയിട്ടുണ്ടോ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇത് 25 പൈസ. 7,000-8,000 പോയിട്ടുണ്ട് 10 പൈസ തന്നെ. കണ്ട എന്നാ ഭംഗിയാണ് കാണാൻ. നമ്മുടെ നെൽക്കതിരി കിടക്കുമ്പോൾ അടക്കുന്നത്. 5ൻ്റെ ഇന്ദിരാന്തിയുടെ കോയിൻ
നെഹ്റു ഉണ്ട്, നെഹ്റു ഉണ്ട്, ഇന്ദിരാഗാന്ധി ഉണ്ട്. ഉണ്ടത് ഇതാണ്ട് 10-200 എണ്ണം കിടപ്പുണ്ട്, 200 എണ്ണം കിടപ്പുണ്ട്. അല്ല 1 രൂപ, 1 രൂപ, പുതിയ 2 രൂപയൊക്കെ, പുതിയ 2 രൂപ, പഴയ കാലത്ത് തന്നെ പുതിയതാണ്. എന്താ പഴയ കാലത്തെ 2 രൂപ. ഇത് പഴയ 1987 നിർത്തലാക്കിയ ആദ്യത്തെ 500 നോട്ട്. പിന്നെ ഈ മോഡി കയറിയതിൽ പിന്നെ നിർത്തലാക്കിയ 500 നോട്ട്, പഴയ 50. പഴയ ആദ്യം ഇറങ്ങിയ 20 നോട്ടാണ്. ഇതുണ്ട് ആദ്യം ഇറങ്ങിയ 10 നോട്ട്. ഇതുണ്ട് നല്ല വീതിയുള്ള 10 നോട്ട് കണ്ട. ഇത് ആദ്യത്തെ 100 നോട്ടാണ് കണ്ടത്. ഇത് 100 നോട്ട്. ഇത് പഴയ 100 നോട്ട് ഉണ്ടാ. ഇത് പഴയ കാലത്തെ മറ്റേ മാൻ്റെ തലയുള്ള 5 നോട്ടാണ്. പഴയ മാൻ്റെ തലയുള്ള നോട്ടുകൾ 5. ഉണ്ടാ. ഇതൊക്കെ പഴയ കാലത്തെ മാൻ്റെ തലയുള്ള നോട്ടുകൾ, 5 നോട്ടുകൾ. പഴയ 20 നോട്ട്, പഴയ 2 മൈലിൻ്റെ നോട്ടാണ് കണ്ട. മൈലിൻ്റെ അത് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്, വേറെ ഇരിപ്പുണ്ട്. പഴയ 50, പഴയ കാലത്തെ 1 രൂപ, പഴയ 10, കറുത്ത 10. പഴയ 1000 നിർത്തലാക്കിയ 1000 നോട്ട്. കണ്ട പഴയ നമ്മുടെ പഴയ 50, പഴയ 10 ഉണ്ട്. പഴയ ഡാമിൻ്റെ പടമുള്ള 100 നോട്ട്. ഇതാണ് നമ്മുടെ പഴയ 20 നോട്ട്. ഇത് പഴയ 1 നോട്ടാണ്. ഇത് രൂപ എന്ന് മലയാളത്തിൽ ഇല്ലാത്ത ആദ്യം ഇറങ്ങിയ നോട്ടാണ്. രൂപ എന്ന് മലയാളത്തിൽ ഇല്ലാത്ത 7 സംസ്ഥാനത്തിൻ്റെ തന്നെ ഉള്ളു. ഉണ്ടാ ഇതാണ് 3 മാൻ. 3 മാൻ്റെ നോട്ട്. മാൻ്റെ പോലെയുള്ള നോട്ടുകളൊക്കെ 0 മുതൽ 5 വരെയുള്ള നമ്പർ. 0 മുതൽ 5 വരെയുള്ള നമ്പർ. 1 മുതൽ 6 വരെയുള്ള നമ്പർ. 1 മുതൽ 6 വരെയുള്ള നമ്പർ. കണ്ടതാണ് 786 കണ്ടത്. ഈ നമ്പർ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം 786. ഇത് ഫുൾ 7 ഇതൊക്കെ ഫുൾ 7. ഉണ്ട് 10 രൂപയുടെ കോയിൻ കണ്ട. ഈ 10 രൂപയുടെ കോയിൻ ഞാൻ 1000 രൂപക്ക് മേടിച്ച 10ൻ്റെ കോയിൻ. പഴയ കാലത്തെ 1947 സ്വാതന്ത്ര്യം കിട്ടി 25ാം വാർഷികത്തിന് ഇറക്കിയ സാധനമാണ്. ഇത് കണ്ട ശമ്പളങ്ങളുള്ള എല്ലാ സൈസും 50 പൈസയുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഇറങ്ങിയിട്ടുണ്ട്, ഇന്ത്യയിൽ ഏതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം ഉണ്ട്. ഇന്നത്തെ വിദേശ നോട്ടുകളുണ്ട്. അവ ചെയ്ത് കണ്ട. കംബോഡിയയുടെ നോട്ടുണ്ട്. എന്നാ നീളവും വീതിയാണ് കണ്ടത്. കംബോഡിയയുടെ കണ്ട. 190 രാജ്യത്തിൻ്റെ എല്ലാ പ്ലാസ്റ്റിക് നോട്ട് വരെ ഇരിപ്പുണ്ട്. ഇത് കണ്ടത്. എല്ലാ സൈസ് നോട്ടുകളുണ്ട്. ഉണ്ടായി വിദേശ നോട്ടുകളല്ല കൂടുതലും ഉണ്ടായി. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ നോട്ടായി. ഇത് പ്ലാസ്റ്റിക് നോട്ടായി. ഇത് ഉണ്ടായി. ഇതെല്ലാം ഇതൊക്കെ പ്ലാസ്റ്റിക് നോട്ടുകളത്. വേറെ രാജ്യത്താണ് 190 രാജ്യത്തെ നോട്ടുകളുണ്ട്. ഇത്ര നോട്ടുകളാണ്. പ്രിയപ്പെട്ടവരെ,
അനീഷിൻ്റെ ആ നാണയത്തുട്ടുകളുടെ കളക്ഷൻ കണ്ടു കാണും അല്ലേ? അതൊരു അപൂർവമായ ശേഖരം തന്നെയാണ്. ആ അപൂർവമായ ആ നാണയത്തുട്ടുകൾ പോലെ നമ്മൾ ഇനി കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ജീവൽ തുടിപ്പുകളായ ഗ്രാമീണ സൗന്ദര്യമുള്ള ജീവിതങ്ങൾക്ക് ശക്തിയും കരുത്തും നൽകിയ ഇതേപോലുള്ള ഒത്തിരി കളക്ഷനുള്ള നിരവധി വ്യക്തികളുമായി ഇനി ഞാൻ വരും. അത്തരം ദിവസം നിങ്ങൾക്കെല്ലാവർക്കും നന്മയോടെ നല്ല സമയങ്ങൾ, നല്ല ജീവിതങ്ങൾ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറക്കരുത്, എൻ്റെ യൂട്യൂബ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. ഈ കാഴ്ചകൾ പൂർണ്ണമായി കാണാൻ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.